പാർട്ടി സഖാക്കൾ മദ്യം ഉപയോഗിക്കരുത്, എന്നാൽ വിൽപ്പന നടത്താം. ഇതുപോലെയാണോ ലഹരിയുടെ കാര്യവും? സർക്കാരും പാർട്ടിയും ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോൾ ആലപ്പുഴയിൽ MDMA-യുമായി പിടിയിലായത് CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. CPM കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് ലഹരി കേസിൽ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് MDMA-യും വിൽപ്പന നടത്തിയിൽ നിന്ന് ലഭിച്ച പണവും കണ്ടെടുത്തു. മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നടപടി CPM സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രസ്താവന നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ മാരക ലഹരി വസ്തുവായ MDMA-യുമായി സൗത്ത് പോലീസ് പിടികൂടുന്നത്. MDMA-യുമായി തന്നെ പിടിയിലായ ഹരിപ്പാട് സ്വദേശിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിൽ നിന്നാണ് തനിക്ക് രാസലഹരി ലഭിച്ചുവെന്ന വിവരം ഹരിപ്പാട് പോലീസിന് അയാൾ നൽകുന്നത്. തുടർന്ന് സൗത്ത് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. രാത്രി 9:30-ഓടെ വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാളുടെ കൈവശം പ്ലാസ്റ്റിക് കവറിൽ ലഹരി വസ്തുവും 2 ഒഴിഞ്ഞ സിറിഞ്ചുകളും ഉണ്ടായിരുന്നു. വിൽപ്പന നടത്തി ലഭ്യമായ 2500 രൂപയും പോലീസ് കണ്ടെടുത്തു. വിഘ്നേഷ് ബ്രാഞ്ച് സെക്രട്ടറിയാകുന്നതിന് മുമ്പ് SFI മുൻ ആലപ്പുഴ ഏരിയ സെക്രട്ടറിയും കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറുമായിരുന്നു. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായ കേസിൽ ലഹരി വസ്തുവിന്റെ ഉറവിടം കണ്ടെത്താൻ തുടരന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മുനിസിപ്പൽ സ്റ്റേഡിയം വാർഡ് കേന്ദ്രീകരിച്ചുള്ള CPM ഏരിയ കമ്മിറ്റി അംഗവും കേസ് ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. ആലപ്പുഴയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി തന്നെ MDMA-യുമായി പിടിയിലാകുന്നത്. ലഹരിക്കെതിരെ പാർട്ടിയും സർക്കാരും വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ ഡീഹൺ എന്ന പേരിൽ പോലീസ് പരക്കം പായുന്നു. ആ ഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വളർന്നു വന്ന് CPM-ന്റെ ബ്രാഞ്ച് ഭാരവാഹിത്വത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി MDMA-യുമായി ആലപ്പുഴയിൽ പിടിയിലാകുന്നത്. ലഹരി ഉപയോഗം മാത്രമല്ല, വിൽപ്പന നടത്തിയെന്ന ഗുരുതര കുറ്റവും ഈ കേസിൽ നിലനിൽക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.